ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നമ്മൾ ഈ മൊബൈൽ ഉപയോഗിച്ചൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് കൈൻമാസ്റ്റർ. ഈ കൈൻമാസ്റ്റർ എന്തുകൊണ്ട് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ വളരെ യൂസർ ഫ്രണ്ട്ലി ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇത് വളരെ കൈൻമാസ്റ്റർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് മാസ്റ്ററാണ് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ലോകത്തിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൽ ഒരുപക്ഷെ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന ഒരു ആപ്പാണ് കൈൻമാസ്റ്റർ എന്ന് പറയുന്നത്. ഈ കൈൻമാസ്റ്റർ ചില സമയത്തൊക്കെ നമ്മളോടൊരു കൈൻഡ്ലെസ് മാസ്റ്ററായിട്ട് ബിഹേവ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ മണിക്കൂറുകളൊക്കെ എടുത്ത് ഒരു വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് കുറേ നേരം അതിങ്ങനെ എക്സ്പോർട്ടിങ് എന്ന് കാണിച്ചതിന് ശേഷം അവിടെ സ്ട്രക്ക് ആവുന്നു, പിന്നെ അത് മുന്നോട്ട് പോകില്ല. അപ്പോൾ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ, ചിലപ്പോൾ 1-2 ദിവസത്തേക്ക് എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് ഇത് എക്സ്പോർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിങ്ങനെ സ്ട്രക്കായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വല്ലാത്ത അവസ്ഥയുണ്ടല്ലോ. ആ അവസ്ഥയ്ക്ക് ഒരു സൊല്യൂഷനാണ് നമ്മൾ കൈൻമാസ്റ്ററിൻ്റെ എക്സ്പോർട്ടിങ് എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞൊരു വീഡിയോ നമ്മൾ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ചെയ്തിട്ടും ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അതായത് ആദ്യം ഈ പറഞ്ഞിരിക്കുന്ന വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചെയ്തിട്ട് ശരിയായ കുറേ ആൾക്കാരുണ്ട്, ശരിയാവാത്ത കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ എക്സ്പോർട്ടിങ് ഇങ്ങനെ നിന്ന് പോവുകയാണെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണിത്. ഞാൻ അന്നത്തെ വീഡിയോയിൽ ചെയ്ത കാര്യം അതുകൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ കൈൻമാസ്റ്ററിൽ എക്സ്പോർട്ടിംഗ് നിന്ന് പോകുന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എന്നാൽ പിന്നെ വീഡിയോയിലേക്ക് പോകാം. ഹിയർ വി ഗോ. പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷനിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ SP ജംഗ്ഷനിൽ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക. ഇനി എന്നാൽ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഒരുപാട് കഷ്ടപ്പെട്ട ആ വീഡിയോ എക്സ്പോർട്ട് ആവില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാനീ പറയുന്ന 2 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 99% ഇത് എക്സ്പോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുവാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ കാര്യം നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, എന്നാൽ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മളുടെ കൈൻമാസ്റ്ററിൻ്റെ ഈ സെറ്റിങ്സ് വരുന്ന ഈ പേജിൽ പോവുക. ഇതിൽ ഈ സെറ്റിങ്സ് എന്ന് പറഞ്ഞ് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ ഒരു വലിയ മെനു ആണ് വരുന്നത്. അവിടെ നമ്മൾ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ എബൌട്ട് മൈ അക്കൗണ്ട്, എബൌട്ട് കൈൻമാസ്റ്റർ, ഡിവൈസ് കേപ്പബിലിറ്റി, അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് പോവുക. സ്ക്രോൾ ചെയ്ത് ഏറ്റവും അവസാനം, അതായത് ഈ പേജിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റും. അതായത് ഈ പേജിൻ്റെ ഏറ്റവും അവസാനം താഴേക്ക് പോയി കഴിയുമ്പോഴാണ് അവിടെ കാണുന്നത് അഡ്വാൻസ്ഡ് ആൻഡ് എക്സ്പെരിമെൻ്റൽ സെറ്റിങ്സ്. അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വാർണിംഗ് ഒക്കെ തരും. അത് വാർണിംഗ് കണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂ എനിവേ കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോഴേക്കും അവിടെ നമുക്ക് കുറേ സാധനങ്ങൾ ഓഫായി കിടക്കുന്നത് കാണാൻ പറ്റും. അതെല്ലാം ഒന്നും നമ്മൾ നോക്കണ്ട. അതിൻ്റെ അകത്ത് അലൗ എക്സ്പോർട്ട് ഫ്രെയിം റേറ്റ്സ് ഹയർ ദാൻ 30 FPS എന്ന് പറഞ്ഞ് കിടക്കുന്നത് ഓഫായിട്ടാണ് കിടക്കുക. അതൊന്ന് ഓണാക്കിയിടുക. അത് ഓണാക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്ക് അടിച്ച് വീണ്ടും നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് വരിക. നമുക്കിപ്പോൾ ഈ വീഡിയോ ആണ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എക്സ്പോർട്ടിങ്ങിന് കൊടുക്കുക. കൊടുത്തു കഴിയുമ്പോൾ നമ്മളുടെ ഇവിടെ ഫ്രെയിം റേറ്റ് എന്നും റെസൊല്യൂഷൻ എന്നും പറഞ്ഞ് മുകളിൽ കിടക്കുന്നത് കാണാൻ പറ്റും. അതിൽ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ആ ഓപ്ഷൻ ഓൺ ആക്കുന്നതിന് മുന്നേ ഏറ്റവും കൂടിയത് 30 വരെ കിടപ്പുണ്ടാവുള്ളൂ. അതായത് ഇപ്പോൾ കാണുന്ന 48, 50, 60 ഒന്നും അവിടെ സാധാരണ രീതിയിൽ ഉണ്ടാവാറില്ല. നമ്മളിപ്പോൾ അവിടെ ആ ഓപ്ഷൻ ഓൺ ആക്കി കഴിയുമ്പോൾ മാത്രമേ നമുക്കിവിടെ 30-ന് മുകളിലേക്കുള്ള ഫ്രെയിം റേറ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അത് ഓണാക്കിയതിന് ശേഷം ഇവിടെ വന്നിട്ട് ഇതിലെ 60 എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് ഇതിൻ്റെ ഏറ്റവും കൂടിയ ഫ്രെയിം റേറ്റായി ഇവിടെ കിടക്കുന്ന 60 സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ മാർഗ്ഗം. മോസ്റ്റ് ഓഫ് ദ കേസസിലും ഈ ഒരൊറ്റ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പോർട്ടിംഗ് പ്രോബ്ലം സോൾവ് ആകാനാണ് സാധ്യത. ഇൻ കേസ് എന്നിട്ടും ശരിയാകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാർഗ്ഗം നോക്കാം. ഈ കാര്യം കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും നിങ്ങളുടെ വീഡിയോ എക്സ്പോർട്ട് ആവും. നോക്കാന്നേ. നമുക്ക് രണ്ടാമത്തെ മാർഗ്ഗം നോക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും സെറ്റിങ്സ് എന്ന് പറയുന്ന നമ്മുടെ കൈൻമാസ്റ്ററിൻ്റെ സെറ്റിങ്സിൽ എടുക്കുക. അതെടുത്ത് കഴിയുമ്പോൾ മുകളിൽ നിന്ന് മൂന്നാമതായിട്ട് ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ് കിടക്കുന്നത് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനൊരു സ്ക്രീനാണ് വരുന്നത്. ഈ സ്ക്രീനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ആൻഡ് ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ, അതിൻ്റെ അകത്ത് ഒരു റെസൊല്യൂഷൻ കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അതിൻ്റെ ഇപ്പുറത്തായിട്ട് എക്സാമ്പിൾ എമൗണ്ട് ഓഫ് വീഡിയോ ലെയേഴ്സ് എന്നും പറഞ്ഞ് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എഡിറ്റ് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു റെസൊല്യൂഷനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കിടക്കുന്നത് 2160 പിക്സൽ 4K എന്നാണ് കിടക്കുന്നത്.
അപ്പോൾ ഇത് ഓരോ ഡിവൈസിനനുസരിച്ച് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓരോ മൊബൈലിനനുസരിച്ച് ഇത് വ്യത്യാസം വരും. നമ്മുടെ മൊബൈലിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് ഇതിൻ്റെ അകത്ത് വ്യത്യാസം വരും. അത് എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം ഇതേ പേജിൻ്റെ വലത് സൈഡിൽ ടോപ്പിലായിട്ടൊരു 3 ഡോട്ട്സ് കാണാൻ പറ്റും. ആ 3 ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൺ അനാലിസിസ് നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ വരും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, റൺ അനാലിസിസ് നൗ. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഡിവൈസ് കുറച്ച് സമയത്തേക്ക് ഒന്ന് ഇതിൻ്റെ ഡിവൈസിൻ്റെ ഒരു കേപ്പബിലിറ്റിയെക്കുറിച്ചുള്ള അനാലിസിസ് നടത്തി നമുക്ക് കാണാം. അത് മുഴുവൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഈ പേജിൽ ഈ ഡിവൈസ് കേപ്പബിലിറ്റി ഇൻഫർമേഷൻ എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇപ്പോൾ ഈ എഡിറ്റ് ആൻഡ് ഷെയറിൽ കിടക്കുന്ന റെസൊല്യൂഷൻ എത്രയാണോ, ഇപ്പോൾ 2160 എന്ന് പറഞ്ഞ് കിടക്കുന്നത്, ഒരുപക്ഷെ നിങ്ങൾക്ക് ആദ്യം നോക്കുമ്പോൾ കുറച്ചുകൂടി കുറവാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡിവൈസിൽ മാക്സിമം എത്ര എടുക്കാൻ പറ്റുമോ അത് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണ്ടതിന് ശേഷം അവിടെ കിടക്കുന്ന റെസൊല്യൂഷൻ എത്രയാണോ, അതിപ്പോൾ നമുക്ക് 540 ആകാം, 780 ആകാം, 1700 ആകാം, 2000 ആകാം, അതേതാണോ കിടക്കുന്നത്, അതായത് ഈ ഡിവൈസ് കേപ്പബിലിറ്റി എടുത്തു കഴിയുമ്പോൾ റൺ അനാലിസിസ് കൊടുത്തതിന് ശേഷം നമ്മൾ അവിടെ കാണുന്നത് എത്രയാണോ അതിൽ കൂടുതൽ ഒരു റെസൊല്യൂഷൻ ഒരു കാരണവശാലും നമ്മൾ വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ സ്ക്രീനിൽ കൊടുക്കാൻ പാടില്ല. അതായത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇവിടെ നമ്മളോട് ഇത് ചോദിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ ഡിവൈസ് കേപ്പബിലിറ്റിയിൽ കണ്ടതിനേക്കാൾ കൂടുതൽ റെസൊല്യൂഷൻ കൊടുക്കാൻ പാടില്ല. അതായത് നമ്മളുടെ ഡിവൈസ് കേപ്പബിലിറ്റിയിൽ കാണിച്ചിരിക്കുന്ന റെസൊല്യൂഷനേക്കാൾ കൂടുതൽ റെസൊല്യൂഷൻ കൊടുത്തിട്ട് നമ്മളൊരു വീഡിയോ എക്സ്പോർട്ട് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ആവില്ല. ആ ചുവന്ന ലൈൻ ഇങ്ങനെ കയറി കുറച്ച് പോകും, അതിനുശേഷം അവിടെ നിൽക്കും, പിന്നെ അത് അനങ്ങില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ രീതി ചെയ്തതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കിക്കേ, നമ്മുടെ എക്സ്പോർട്ടിങ് നടക്കാനാണ് സാധ്യത. ഇനിയും എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും ഇത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്ത ഉടനെ മറ്റൊരു ഫംഗ്ഷനും മറ്റൊന്നും എടുക്കുന്നതിന് മുന്നേ ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം ഒന്ന് എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ നിർബന്ധമായിട്ടും ഫ്ലൈറ്റ് മോഡിൽ ഇടുക. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് സ്ക്രീൻ ഒരിക്കലും ഓഫായി പോകരുത്. അതായത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നതിനിടയ്ക്ക് എപ്പോഴും സ്ക്രീൻ ഓൺ ആയിരിക്കണം. അത് ഒന്നുകിൽ നിങ്ങൾ സ്ക്രീനിൽ ഇടയ്ക്കിടയ്ക്ക് ടച്ച് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ഓഫ് ആവുന്ന ടൈം നമ്മൾ സെറ്റിങ്സിൽ പോയതിന് ശേഷം മാക്സിമം ആക്കി കൊടുത്തേക്കുക. അല്ല 10 മിനിറ്റ്സോ 30 മിനിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തതിന് ശേഷം ഇത് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സ്ക്രീൻ ഒരു കാരണവശാലും എക്സ്പോർട്ടിങ്ങിനിടയിൽ ഓഫായി പോവാതിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ എക്സ്പോർട്ടിങ് കൊടുത്തതിന് ശേഷം അത് മിനിമൈസ് ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഫംഗ്ഷൻ എടുക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എക്സ്പോർട്ടിങ് നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും എക്സ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോണിൽ മറ്റൊന്നും ചെയ്യാതിരിക്കുക, പക്ഷേ സ്ക്രീൻ ഓഫായി പോകാതിരിക്കാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ എക്സ്പോർട്ടിംഗ് പ്രോബ്ലം നമുക്ക് ഇല്ലാണ്ടാക്കാൻ പറ്റും. നമ്മളുടെ വീഡിയോയുടെ എക്സ്പോർട്ടിംഗ് ഈസി ആയിട്ട് നടക്കും എന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. എന്തായിരുന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ, ഇത് എക്സ്പോർട്ടിംഗ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നിട്ടുണ്ടെങ്കിലും നടന്നിട്ടില്ല എങ്കിലും ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എല്ലാം ഈ വീഡിയോയ്ക്ക് താഴെ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ ഈ SP ജംഗ്ഷൻ എന്ന ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഹിറ്റ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബെല്ലൈക്കണും കൂടി അമർത്തിയാൽ ഇതുപോലെ യൂസ്ഫുള്ളായ ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ പറന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നോളൂ. എന്നാൽ പിന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയിൽ ബൈ ഫ്രം SP ജംഗ്ഷൻ. താങ്ക് യു.